ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. മോർണിംഗ് ടാസ്ക് കൊള്ളാമായിരുന്നു. വിജയ് സേതുപതിയുടെ അടുത്ത് ഫൈനലിൽ ആരൊക്കെ വലതും ഇടതും നിൽക്കും എന്നതായിരുന്നു ടാസ്ക്. ഏറെക്കുറെ പേർ പറഞ്ഞത് വിക്രത്തിൻ്റെ പേരുണ്ടായിരുന്നു, പ്രജൻ്റെ പേരുണ്ടായിരുന്നു, ഗാന വിനോദിൻ്റെ പേരുണ്ടായിരുന്നു, പാർവതിയുടെ പേരുണ്ടായിരുന്നു. എനിക്കെല്ലാവരും പറഞ്ഞതിൽ ഏറ്റവും ഉചിതമായി തോന്നിയത് വിക്രം പറഞ്ഞതാണ്. വിക്രവും പാർവതിയും മിക്കവാറും അങ്ങനെ വരാനാണ് ചാൻസ് എന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു. ഇത് വേണമെങ്കിൽ മാറിയേക്കാം. മോർണിംഗ് ആക്ടിവിറ്റീൻ്റെ ഇടയിൽ ആതിര കാണിച്ച ഷോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഗാന വിനോദ് കാരണമാണ് ദിവാകർ പോയത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതെന്നോ കഴിഞ്ഞു പോയ കാര്യമാണ്. ദിവാകർ പറയേണ്ടാത്ത പല കാര്യങ്ങൾ ആ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ദിവാകർ ഇറങ്ങിപ്പോണ്ടി വന്നത്. ആ ഒരു കട്ട വെക്കുന്ന ടാസ്ക് ഒക്കെ ഉണ്ട്, ഇങ്ങനെ വെച്ചാൽ ഓർക്കുന്നില്ലേ, അതുകൊണ്ടൊക്കെയാണ് ദിവാകർ പോയത്. അല്ലാതെ ഗാന വിനോദ് മാത്രമാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ നോക്കുന്നത് ആതിരേൻ്റെ ഭാഗത്തു നിന്നുള്ള ഫാൾട്ടാണ്. പക്ഷേ ആതിര പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഗാന വിനോദിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യുകയില്ല. അതിന് തിരിച്ച് കൗണ്ടർ എന്നോണം നിങ്ങളുടെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ പറയും. പിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കൗണ്ടറുകൾ അടിക്കും, തമാശ പറയും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പൊതുവേ ഗാന വിനോദ് ചെയ്യാറുള്ളത്. ഇത് കമറുദ്ദീനും അറോറയും പല പ്രാവശ്യം പറഞ്ഞതാണ് എന്ന് ഓൾറെഡി ഇന്ന് പതിവ് വരുത്തുന്നുണ്ട്. ഈ പ്രശ്നം ഒന്ന് ആറുമ്പോഴേക്കും നമ്മുടെ വിയാന വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും നല്ല പിള്ള ചമഞ്ഞ് നടക്കുകയാണ്. ഇന്നലെ എൻ്റെ ഡ്രസ്സ് വീടിൻ്റെ നടുവിൽ കൊണ്ടുവച്ച് കണ്ടില്ലേ, വിക്രമാണ് അത് ചെയ്തത്, അതിനൊന്നും ആർക്കൊന്നും പറയാനില്ല, എല്ലാവരും ഗ്രൂപ്പായിട്ട് കളിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ വിയാന തുടങ്ങുന്നു. ഈ പ്രശ്നത്തിന് ആദ്യം വഴക്ക് പറയേണ്ടത് നമ്മുടെ ക്യാപ്റ്റനെയാണ്, അതിനുശേഷം വിക്രത്തെ, അതിനുശേഷം വിയാനേനെ. ആദ്യം ക്യാപ്റ്റനെ എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാത്റൂമിൽ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. എന്ത് ഡ്രസ്സാണ് എന്ന് പോലും അറിയാതെ എന്ത് ഡ്രസ്സാണെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവുക, അതായത് ഹൗസിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞയക്കുന്നത് വിക്രത്തെയാണ്. ക്യാപ്റ്റൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. വിക്രം ഇത് കേട്ടപടി കേൾക്കാത്തപടി പോയി എടുത്തുകൊണ്ട് വന്നതും ശരിയായില്ല. പുള്ളിക്കാരനെങ്കിലും ചിന്തിക്കണമായിരുന്നു. അത് വിക്രത്തിൻ്റെ ഭാഗത്തെ തെറ്റ്. വിയാനേൻ്റെ ഭാഗത്തെ തെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെടുത്ത് വിരിച്ചിടണം. അതായത് ഇപ്പോൾ കഴുകിയിട്ടാണെങ്കിൽ ഇരിക്കട്ടെ, അത് പോയി എടുത്ത് വിരിച്ചിടാനുള്ള മനസ്സിലും കാണിക്കണം. അല്ലാതെ ബാത്റൂമിൽ ചുറ്റിക്കുട്ടി വെക്കാനുള്ള കാര്യമല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇന്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ 3 ഭാഗത്തും വല്ലാത്ത തെറ്റുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് അടുത്തൊരു പണിയായിട്ട് വരികയാണ്. 6 ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാൻ പറയുകയാണ് ബിഗ് ബോസ്. അതിനർത്ഥം ബാക്കിയുള്ള 10 പേര് വേസ്റ്റ് പെർഫോമർ ആണ് എന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നോക്കി സെലക്ട് ചെയ്യണമായിരുന്നു. പക്ഷേ കണ്ടസ്റ്റൻ്റ് എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നോമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന ആ ലാഘവത്തോടെ ഇവർ പറയാൻ തുടങ്ങി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുത്ത നെയിംസ് ഞാൻ പറയാം. പ്രജൻ, സാന്ദ്ര, വിക്രം, നമ്മുടെ കന്നി, അറോറ, ശബരി. ഈ അറോറയും ശബരിയൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ അവസാനം പറഞ്ഞ 2 പേർക്ക് പകരം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ദിവ്യ, പാറു, കമറുദ്ദീൻ എന്നിവരാണ്. എന്തായാലും പാറു വരുമെന്ന് വിചാരിച്ചിരുന്നു, അത് വന്നില്ല. അതിശയിച്ചു പോയി ഞാൻ. ഇനി എന്തുകൊണ്ടാണ് ശബരി അറോറയും ടോപ്പ് 6ൽ വരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം, ശബരി ഒന്നും ആ ക്യാരക്ടർ പിടിച്ചിട്ടേ ഇല്ല. മനിതൻ ഉണർന്നു കൊള്ള, ഇത് മനിത കാതലല്ലേ, അതെയും താണ്ടി പുനിതമാണത് എന്ന് നമ്മുടെ കമലഹാസൻ സാറ് ചെയ്ത ആ ഒരു പടത്തിൻ്റെ അകത്ത ക്യാരക്ടർ ഇത്രയും മോശകരമായി ചെയ്ത ഒരു വ്യക്തി വേറെ ഇല്ല. പടത്തിൻ്റെ അകത്ത് കമലഹാസൻ സാറ് ചെയ്തു വെച്ച കാര്യങ്ങളെയൊക്കെ സ്പൂഫ് എന്നോണമാണ് ശരിക്കും പറഞ്ഞാൽ ശബരി അവിടെ ചെയ്തത്. ആകെ കുറച്ച് നേരം മാത്രമാണ് പുള്ളിക്കാരൻ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അതിനുശേഷം ശബരിയായി മാറുകയായിരുന്നു. പിന്നെ ആ കെയു ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി എന്നല്ലാതെ പുള്ളിക്കാരൻ ആ ക്യാരക്ടർ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അറോറ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി എന്നല്ലാതെ കുറച്ച് ഫണ്ണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനേക്കാളും എത്രയോ ഭേദമായിരുന്നു നമ്മുടെ പാറു ആയിക്കോട്ടെ, കമറുദ്ദീൻ ആയിക്കോട്ടെ, ദിവ്യ ആയിക്കോട്ടെ. പാറുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ടാസ്ക് ചെയ്തു. ആ ക്യാരക്ടർ, ആ കോയമ്പത്തൂർ സ്ലാങ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കമറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലേഡി ക്യാരക്ടർ എന്നോളം കുറേ പല സ്ഥലങ്ങളിൽ പോയിരുന്നെങ്കിലും കുറേ സ്ഥലങ്ങളിൽ പുള്ളിക്കാരൻ ആ ക്യാരക്ടറായിട്ട് നിന്നിട്ട് ടീമിന് വേണ്ടി പെർഫോം ചെയ്തു. ഈ അറോറ എന്താണ് ചെയ്തത്? കുറേ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഡാൻസ് കളിക്കുക, പിന്നെ ഈ ചെറിയ കുട്ടികളെ പോലെ നടക്കുക എന്നല്ലാതെ ക്യാരക്ടർ പിടിച്ചതായിട്ടേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം മറ്റൊരു പണി വീണ്ടും ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ആ പണി കൊടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറയും. ജയിലിൽ 10 പേരെ അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ വോട്ട് ചെയ്തിട്ട് ഒരാളെ പുറത്ത് വിടുക. അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് അവിടെ നിൽക്കാൻ അർഹനല്ല എന്ന് തോന്നുന്ന ഒരാളെ പുറത്ത് വിടുക എന്നതായിരുന്നു പിന്നത്തെ ടാസ്ക്. അങ്ങനെ അവസാനമായി 3 പേര് ബാക്കി വന്നു. അവരാരൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന വിനോദ്, ദിവ്യ, ആതിര അവിടെ കിടക്കാനുള്ള ബാധ്യസ്ഥത ഉള്ള ആളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ FJ അവിടെ പോയി. FJ വേസ്റ്റ് പെർഫോമറായിട്ട് എല്ലാവരും തിരഞ്ഞെടുത്ത ആളാണ്.
ഇവന്മാരെന്നെ മണ്ടന്മാരാണോ കണ്ടസ്റ്റൻസ് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എന്നിട്ട് FJ ഒക്കെ പുറത്ത് ചാടി. ഈ 3 പേരാണ് അവസാനം ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 3 പേരിൽ ഗാന വിനോദ് അവിടെ കിടക്കാൻ അർഹനല്ല, ദിവ്യ അവിടെ കിടക്കാൻ അർഹനല്ല. ഗാന വിനോദ് ആയിക്കോട്ടെ കുറച്ചൊക്കെ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഒരു എൻ്റർടൈനറാണ്. ഗാന വിനോദ് അവിടെ കിടക്കാൻ അർഹനല്ല എന്ന് പറയാനുള്ള കാരണം പുള്ളിക്കാരൻ ആ ക്യാരക്ടർ പിടിച്ച് കുറേ എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ചെയ്യാത്തത്. നല്ല രീതിയിൽ കൗണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എന്നിരുന്നാലും FJനേക്കാളും അറോറേനേക്കാളും രമ്യേനേക്കാളും വിയാനേനേക്കാളും ഒക്കെ നന്നായി പെർഫോം ചെയ്തിരുന്ന ആളാണ് ഗാന വിനോദ് എന്ന് പറയുന്ന വ്യക്തി. അടുത്തത് ദിവ്യ കുക്കിങ്ങിൻ്റെ അകത്ത് കുറേ കോൺസെൻട്രേഷൻ പോയി. അതെല്ലാവർക്കും ഫുഡ് വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ. പിന്നെ ടാസ്ക് വന്നപ്പം അഡീഷണൽ ടാസ്ക് ഉണ്ടായിരുന്നു, അത് വന്നപ്പം മര്യാദയ്ക്ക് ചെയ്തു. പിന്നെ ഒരു ദിവസം ഉറക്കം അളച്ചിരുന്നിട്ട് ആ നെക്ലസിന് വേണ്ടി കാവലിരുന്നു. പിന്നെ കുറേയൊക്കെ പുള്ളിക്കാരി ക്യാരക്ടറിലും ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞ ഇന്നത്തെ ദിവസത്തെ ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് ദിവ്യയാണ്. ദിവ്യ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ജയിലിൽ നിന്ന്. അവരവരുടെ ആവശ്യത്തിന് വേണ്ടി അവരവരുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവരവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് വിക്രമുണ്ട്, ശബരിയുണ്ട്, കനിയുണ്ട്, FJ ഉണ്ട്. ഇവരൊരു ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എന്ത് ടാസ്ക് വന്നാലും അവരവർക്ക് ആവശ്യം എന്നോണം ഇവരത് യൂസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇല്ലാത്തതും അതാണ്. ആകെ പ്രജനും സാന്ദ്രയുണ്ട് ദിവ്യയ്ക്ക് എന്ന് പറയാം. പുള്ളിക്കാരി ഒരു പാവം ക്യാരക്ടറാണ്. പക്ഷേ ആ ശബ്ദത്തിൻ്റെ ബാസ് കൊണ്ട് എല്ലാവരും റൂഡാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. സോ ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ റീച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.